ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ റിമാമിസ് ആണ്. അപ്പോൾ മക്കളെ, നിയമവും സമൂഹവും ദ ലോ ആൻഡ് ദ സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താണ് ഈ കാര്യങ്ങൾ പഠിക്കാത്ത പോകരുത്. ഓക്കെ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഒബ്സർവ് ആൻഡ് റൈറ്റ് ദ ഇൻഡിക്കേഷൻസ് ഈച്ച് ഓഫ് ദ റോഡ് സേഫ്റ്റി പിക്ചേഴ്സ്. ഓരോ പിക്ചേഴ്സും എന്താണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. യെസ്, ഇവിടെ സൈക്കിൾ കാണാം അല്ലെ, നോ സൈക്ലിംഗ്. ഇതിലൂടെ എന്താണ് സൈക്കിൾ സവാരി പാടില്ല. രണ്ടാമത്തെ എന്താണ് നോ പെഡസ്ട്രിയൻ, കാൽനടയാത്ര പാടില്ല. ദെൻ മൂന്നാമത്തത് നോ പാർക്കിംഗ്, പാർക്കിംഗ് പാടില്ല. നാലാമത്തത് സ്കൂൾ മുന്നിലുണ്ട് അല്ലെ. അഞ്ചാമത്തത് റെയിൽവേ ക്രോസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ആറാമത്തത് എന്താണ് സീബ്ര ലൈൻ ഉണ്ട്, അതിലൂടെ നടക്കാൻ അല്ലെ. ദെൻ എന്താണ് സീറ്റ് ബെൽറ്റ് ധരിക്കുക. ദെൻ ഹോൺ പ്രൊഹിബിറ്റഡ്, ഹോൺ അടിക്കാതിരിക്കുക. ദ ലാസ്റ്റ് എന്താണ് ഹെൽമെറ്റ് ധരിക്കുക അല്ലെ. അപ്പോൾ ഓരോ പിക്ചേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ സൈക്കിൾ സവാരി പാടില്ല, നോ പെഡസ്ട്രിയൻ, നോ പാർക്കിംഗ്, അതുപോലെ എന്താണ് സ്കൂൾ മുന്നിലുണ്ട്, ലെവൽ ക്രോസ് റെയിൽവേ ഗേറ്റ് ഉണ്ട്, അതുപോലെ എന്താണ് സീബ്ര ക്രോസിംഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹോൺ പ്രൊഹിബിറ്റഡ്, വിയർ ഹെൽമെറ്റ്, ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കാൽനട യാത്രക്കാര് റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് വേണ്ടി അവർ അനുസരിക്കേണ്ടത്? രണ്ടെണ്ണം. ഓക്കെ, മൊബൈൽ ഫോണും അതുപോലെ എന്താണ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് എന്താണ് റോഡിൽ കൂടി നടക്കരുത്. അതുപോലെ ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കിയിട്ട് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് നോക്കിയിട്ട് മാത്രമേ എന്താണ് റോഡ് ക്രോസ് ചെയ്യാവൂ. അതല്ലെങ്കിൽ എന്താണ് സീബ്ര ലൈനിലൂടെ എന്താണ് നമ്മൾ ക്രോസ് ചെയ്യുക അല്ലെ. ഓക്കെ, നെവർ വാക്ക് ഓൺ ദ റോഡ് യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് ഹെഡ്സെറ്റ്. ദെൻ ക്രോസ് ദ റോഡ് ഓൺലി ആഫ്റ്റർ ലുക്കിംഗ് ഫസ്റ്റ് ടു ദ റൈറ്റ് ആൻഡ് ദെൻ ടു ദ ലെഫ്റ്റ് അല്ലെ. റൈറ്റ് നോക്കുക, പിന്നെ ലെഫ്റ്റ് നോക്കുക. മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ വെഹിക്കിൾസ്, വണ്ടി വരുന്നില്ല എന്താണ് ഷുവർ ആക്കുക. ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് സീബ്ര ക്രോസിംഗ് ഇഫ് ദർ ആർ സീബ്ര ലൈൻ, സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിലൂടെ എന്താണ് ക്രോസ് ചെയ്യുക അല്ലെ. ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ മക്കളെ, നിങ്ങൾ ഇനി 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ 6ാം ക്ലാസ് നമ്മുടെ സൈലത്തിന്റെ കൂടെ എൻ്റെ മക്കൾ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മുടെ വജ്ര ബാച്ച് 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ 6ാം ക്ലാസ്സുകാരുടെ എന്താണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10% ഓഫറിൽ നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്കും പഠിക്കാം. നമുക്ക് അടുത്ത മാസം തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടോ. നമ്മൾ സ്കൂളിൽ എടുക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാം പഠിച്ച് സെറ്റ് ആക്കിയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണ് ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഒക്കെ ഉണ്ട് കേട്ടോ. ബേസ് പ്ലാനിൽ വരുന്ന സമയത്ത് ലൈവ് ക്ലാസ്സുകളും നോട്ടും റിവിഷനും ഒക്കെ കിട്ടും. അതുപോലെ ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് പേൾ വീഡിയോയുടെ ആക്സസ് കൂടി കിട്ടുന്നതായിരിക്കും. ദെൻ ഇൻഫിനിറ്റി പ്രോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫാൽക്കൺ ബാച്ച് കൂടി കിട്ടും. അപ്പോൾ ഇതിൽ ഏത് ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും 10% ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കൾ എന്താണ് നമ്മുടെ ബാച്ചിലിട്ട് വരാം. നമുക്ക് സെറ്റാക്കി അടിപൊളിയാക്കി വൈബ് ആക്കിയിട്ട് എന്താണ് കാര്യങ്ങൾ പഠിക്കണം. Hi guys.